പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, എളിമ എന്ന പുണ്യത്തെക്കുറിച്ചാണ്. അത് പല എപ്പിസോഡുകളായിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാം അതിൻ്റെ ഓരോ എപ്പിസോഡും പ്രാർത്ഥനാപൂർവ്വം കാണുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എളിമ എന്ന പുണ്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളും ധാരാളം കേട്ടിട്ടുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ അതിനെ അറിയുന്നതനുസരിച്ചാണ് നമ്മളതിനെ സ്നേഹിക്കുന്നതും അതിൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മളതിനെ സ്വീകരിക്കുന്നതും. അപ്പോൾ എളിമ എന്ന പുണ്യം എന്തുമാത്രം നമ്മൾക്ക് അത്യാവശ്യമാണ് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവം അതിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാത്മാവ് തീർച്ചയായിട്ടും ആ പുണ്യത്തെ സ്നേഹിക്കുകയും ആ പുണ്യം തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ ഒത്തിരിയേറെ ഈ പുണ്യത്തിലേക്ക് ആകർഷിക്കുന്നൊരു കാര്യം ഈശോ മിശിഹായുടെ ഒരു വചനം തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-29 ആ വചനഭാഗത്ത് അവിടെ ഈശോ പറയുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായിരിക്കയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈശോ മിശിഹ എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമാണ്, എല്ലാ പുണ്യങ്ങളുടെയും ഉറവിടമാണ്. എന്നിട്ട് ഈശോ നമ്മളോട് പറയുന്നു, ഇത്രമാത്രം പുണ്യങ്ങൾ നിറഞ്ഞ ഈശോ നമ്മളോട് ഈശോയിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്ന പുണ്യം എളിമ എന്ന പുണ്യമാണ്. ഈശോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. എളിമ ശ്രദ്ധിച്ച് കേൾക്കണേ. എളിമ എന്ന പുണ്യം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്കാവശ്യമുള്ള മറ്റെല്ലാ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം നമുക്കെല്ലാം ഒത്തിരിയേറെ പുണ്യങ്ങളും ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങളും ആവശ്യമുണ്ട്. എന്നാൽ അവയെല്ലാം നമ്മളിലേക്ക് വരുന്നത് ആദ്യം എളിമ എന്ന പുണ്യം നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ്. എന്തുമാത്രം എളിമ എന്ന പുണ്യം നമ്മളിലേക്ക് വരുന്നുണ്ടോ അതിനനുസൃതമായ രീതിയിൽ ദൈവത്തിൽ നിന്ന് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ മറുവശം എന്താണ്? നമ്മൾക്ക് എളിമയില്ലെങ്കിൽ, നമ്മൾ എന്തെല്ലാം ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ വരികയില്ല. വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നുണ്ട്, വേദപാരംഗ വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നുണ്ട്, താഴ്വാരത്തിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ എളിമയുള്ള ആത്മാക്കളിലേക്ക് ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ഒഴുകി വരുന്നു. അപ്പോൾ എളിമ നമ്മൾ തീർച്ചയായിട്ടും പല പുണ്യങ്ങൾക്ക് വേണ്ടി നാളുകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോയി പലവിധ രീതികളിൽ നമ്മൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിത് കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ കാരണം നമ്മളിപ്പോഴും അന്വേഷിക്കുക, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല നമ്മൾ അന്വേഷിക്കുകയാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ ചില പ്രത്യേക പാപങ്ങളിൽ ആവർത്തിച്ച് വീഴുന്നൊരവസ്ഥ. അപ്പോൾ അതിന് നമ്മൾ ആ പാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കഠിനമായി ശ്രമിക്കുന്നു, ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരിയേറെ അതിനുവേണ്ടി അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്താ അതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ല. ഞാൻ ഓർത്ത്, ദൈവമേ, ഇത് പാപമാണെന്നറിയാം, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു, ശ്രമിക്കുന്നു, പക്ഷേ ഇത് മാറിപ്പോകുന്നില്ല. അങ്ങനെ എനിക്ക് ഒരിക്കൽ ഞാൻ വീട്ടിൽ കൂടി ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കയറി സിറ്റ് ഔട്ടിലേക്ക് കയറി അകത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, അന്ന് വീട്ടിൽ ഞങ്ങൾ വാടക വീട്ടിലാണ്. ആ വീട്ടിലൊരു ടി വി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ടി വി ഉപയോഗിക്കാറില്ല. അന്ന് ആ വീട്ടിൽ ടി വി ഉണ്ട്. ആ ടി വിയിൽ അപ്പോൾ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യ പാമ്പ്ളാനി പിതാവിൻ്റെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിതാവ് വന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ കേൾക്കുന്നത്, സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാളുമായി ബന്ധപ്പെട്ട സമയത്ത് പരിശുദ്ധ പാമ്പ്ളാനി പിതാവ് ഒരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗം ഞാൻ കേൾക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയിലേക്ക് ഈശോ ഇറങ്ങി വരാനുള്ള കാരണം കന്യകാമറിയത്തിൻ്റെ എളിമ മൂലമാണ്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഞാൻ ഈ വചനം കേട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുമാണ്. പക്ഷേ അന്ന് ആ വചനം കേൾക്കുമ്പോൾ അത് ശക്തമായ രീതിയിൽ എന്നെ അങ്ങ് സ്വാധീനിച്ചു. എന്തോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തിന് ഉത്തരം കിട്ടിയതുപോലെ അങ്ങ് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അതായത് എന്താ കാരണം എന്നറിയാമോ? അതുവരെയും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ ചിന്തയാണ് കേട്ടോ, പരിശുദ്ധ കന്യാമറിയത്തിലേക്ക് ഈശോ വരാനുള്ള കാരണം
കന്യകാമറിയത്തിൻ്റെ ശുദ്ധത മൂലമാണ്. കന്യകാമറിയത്തിൻ്റെ ശുദ്ധത എന്ന പുണ്യം മൂലമാണ് ഈശോ ഇറങ്ങി വന്നത് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള കാരണം കൂടിയുണ്ട് കേട്ടോ, അതിനുള്ള കാരണം കൂടിയുണ്ട്. ഇപ്പോൾ അതൊന്ന് ഒരുപക്ഷെ അനേകർക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞേക്കാം. കേരള സഭയിലും അല്ലെങ്കിൽ പുറത്ത് ആഗോള സഭയിലുമൊക്കെ ഒത്തിരിയേറെ പ്രചരിക്കുന്ന ഒരു പുസ്തകമാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. ദ പോയം ഓഫ് ദ മെൻ ഗോഡ് എന്ന പേരിലാണ് അത് ഇംഗ്ലീഷിലുള്ളത്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. ഒരു കാലത്ത് ഈ പുസ്തകത്തിൻ്റെ ഫാനായിരുന്നു ഞാൻ. അപ്പോൾ ആ പുസ്തകം അതിന് 16 വോളിയൂംസ് ഉണ്ട് മലയാളത്തിൽ. അതിൻ്റെ ഒന്നാമത്തെ പുസ്തകം അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഓ പരിശുദ്ധിയുടെ വില എത്രയോ വലുത്, സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തവനെ ഉള്ളിൽ വഹിക്കുവോളം പരിശുദ്ധിയുടെ വില അത്രയും വലുതാണ്. ഇത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള വാഴ്ത്താണ് ആ ഒരു ഭാഗം. ഇപ്പോൾ കന്യകാമറിയത്തിൻ്റെ ശുദ്ധത മൂലം, ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ കന്യകാമറിയത്തിൻ്റെ ശുദ്ധത അത് കണ്ടിട്ടാണ് ദൈവം ഇറങ്ങി വന്നതെന്ന് ഇത് വായിച്ചപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയുമായിരുന്നു. എന്തായാലും ആ പുസ്തകം ഞാൻ പിന്നീട് അറിയുന്നു, ഒത്തിരിയേറെ നാളുകൾ എന്നെ ആകർഷിച്ചിരുന്ന, ഒരുപക്ഷെ കേരള സഭയിലൊക്കെ പലരും ബൈബിളിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന പല ശുശ്രൂഷകർ പോലും ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന പുസ്തകം ബെനഡിക്റ്റ് പാപ്പ ബാൻ ചെയ്തതാണ്. ഇൻഡെക്സിൽ വെച്ചിരിക്കുന്ന പുസ്തകമാണ്. കത്തോലിക്ക വിശ്വാസികൾ ദൈവിക വെളിപാടെന്ന പേരിൽ വായിക്കരുതെന്ന് പറഞ്ഞ പുസ്തകമാണെന്നുള്ളത് പിന്നീട് അറിയുകയുണ്ടായി. സാന്ദർഭികമായിട്ടത് പറഞ്ഞതാണ്, പലർക്കും ഉപകാരപ്പെട്ടേക്കുന്നതുകൊണ്ട്. എന്തായാലും ആ പുസ്തകത്തിന് ലഭിച്ച ആ ചിന്ത കൊണ്ട് ശുദ്ധതയാണ് മാതാവിലേക്ക് ഈശോ വരാൻ കാരണം ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു എളിമ മൂലമാണ്. അതിനങ്ങനെ കന്യകാമറിയം അങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. വീണ്ടും അമ്മ പറയുന്നുണ്ട് അമ്മയുടെ സ്തോത്രഗീതത്തിൽ, അവൻ ശക്തന്മാരെ താഴെ ഇറക്കി വിനീതരെ ഉയർത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വചനം കേൾക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ശക്തമായൊരു പ്രേരണ വന്നു. കാരണം ആ സമയത്തൊക്കെ ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന സമയമായിരുന്നു. എന്നാൽ എളിമ എന്ന പുണ്യത്തെ കാര്യമായിട്ട് അത്രമാത്രം ശ്രദ്ധിക്കാത്തൊരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാ ഒരു ബോധ്യം തന്നു. ദൈവം ഏറ്റവും ഉന്നതമായ കരുതുന്ന ഒരു പുണ്യം, എളിമ എന്ന പുണ്യം, ആ പുണ്യത്തെ നീ കാര്യമായി മാനിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ആ പുണ്യം വന്നു കഴിയുമ്പോൾ സുരക്ഷിതമായിരിക്കേണ്ട മറ്റ് പല പുണ്യങ്ങളിലും നിനക്ക് വീഴ്ചകളുണ്ടാകുന്നു. അതുകൊണ്ട് എളിമ എന്ന പുണ്യത്തിന് വേണ്ടി നീ കാര്യമായി ശ്രമിക്കുകയാണെങ്കിൽ മറ്റ് പുണ്യങ്ങളൊക്കെ നിന്നിൽ സുരക്ഷിതമായിരുന്നുകൊള്ളും. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമായിരിക്കുന്ന മറ്റെല്ലാ പുണ്യങ്ങളും മറ്റെല്ലാ കൃപകളും നമ്മളിലേക്ക് വരുന്ന പുണ്യം, നമ്മളിലുള്ള പുണ്യം സുരക്ഷിതമായിരിക്കുന്നതും എളിമ എന്ന പുണ്യം നമ്മളിലുള്ളപ്പോഴാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളിമ എന്ന പുണ്യം ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് അതിൻ്റെ നട്ടെല്ലാണ്. അതുകൊണ്ട് എളിമ എന്ന പുണ്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവും ആ പുണ്യത്തോടുള്ള സ്നേഹവും അത് പാലിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹവും ശ്രമവുമാണ് നമ്മളെ വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വളർത്താൻ വേണ്ടി പോകുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എളിമയെക്കുറിച്ച് അനേകം പേർക്ക് അറിവുണ്ട്, പക്ഷേ അത് പലപ്പോഴും വികലമായ രീതിയിലാണ്. ഒരു ധ്യാനഗുരു പറഞ്ഞു കേട്ടു, അഹങ്കാരം കൂനി പിടിച്ച് നിൽക്കുന്നതാണ് പലരുടെ എളിമയെന്ന്. അവരിങ്ങനെ ഭയങ്കര വിനീതമായിട്ട് കാണപ്പെടും, പക്ഷേ ഉള്ളു നിറയെ അഹങ്കാരമായിരിക്കും. വേറെ ചിലർ പറയുന്നത് എളിമയുള്ള 2 പേരെ എനിക്കറിയാം, ഒന്ന് പരിശുദ്ധ കന്യകാമറിയമാണ്, മറ്റേ എളിമ കൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നവർ പറയാറുണ്ട്. അങ്ങനെ ഏറ്റവും അധികം ഡ്യൂപ്ലിക്കേറ്റുകളുള്ള ഒരു മേഖലയാണ് എളിമയുടെ മേഖല. മറ്റനേകം പുണ്യങ്ങളിൽ വ്യത്യസ്തമായി അങ്ങനെ ഈ അഹങ്കാരികൾ പോലും അവരുടെ ഉപരിതലങ്ങളിലെ പല പ്രവൃത്തികളെല്ലാം കണ്ടു കഴിഞ്ഞ് തങ്ങൾക്ക് എളിമയുണ്ടെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ശരിയായ എളിമ എന്ന പുണ്യത്തിൻ്റെ ആവശ്യകത, എന്താണ് ശരിയായ എളിമ എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെ ഈ ഒരു എപ്പിസോഡുകൾ, ഈ ഒരു ധ്യാനങ്ങളും പഠനങ്ങളുമൊക്കെ അതിന് കൂടുതൽ കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എല്ലാവരിലേക്കും അയക്കുക. കാരണം നമ്മൾ ആദ്യം കണ്ടതുപോലെ ഈ എളിമ ആവശ്യമില്ലാത്ത ഒരാത്മാവ് പോലും ഇല്ല എന്ന് മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരും അവരുടെ ജീവിതത്തിൽ ക്ലേശിക്കുന്നത് ഈ പുണ്യത്തിൻ്റെ അഭാവം മൂലമാണെന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നൊരു വലിയ മിഷൻ പ്രവർത്തനം തന്നെയായിരിക്കും. അതിന് ഈശോ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.